Hello everyone, I'm Dr. Manoj Johnson, consultant physician, John Marine Hospital, പാലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ആളുകൾ പറയാറില്ലേ, എനിക്ക് ശരീരം മുഴുവനും വേദനയാണ്. കഴുത്ത് വേദന, പുറം വേദന, കാലിൽ വേദന, സന്ധി സംബന്ധമായിട്ടുള്ള ജോയിൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ, ഫുൾ ടയർഡ്നെസ്. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് കുറേ സിംറ്റംസ് പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം തലവേദനയാന്ന് പറയുമ്പോഴത്തേനും തലവേദനയ്ക്കുള്ള മരുന്നുകളും കാര്യങ്ങളും കൊടുക്കും. കഴുത്തുവേദന എന്ന് പറയുമ്പോൾ കഴുത്തുവേദനയ്ക്കുള്ള പെയിൻ കില്ലറും കാര്യങ്ങളും കൊടുക്കും. അപ്പം ടയർഡ്നെസ് കാര്യങ്ങൾ, അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് കുറയും, പിന്നെ വീണ്ടും വേറെ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പം നേരായിട്ട് നമ്മൾ നോക്കേണ്ടത് ശരീരം മൊത്തം നീര് വെക്കുക, വീർത്ത് വരിക, അല്ലെങ്കിൽ തൊടുന്ന സ്ഥലങ്ങളിലെല്ലാം വേദനയാണ്, കഴുത്ത് വേദനയാണ്, പുറം വേദനയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫൈബ്രോമയാൽജിയ എന്നാണ് അതിൻ്റെ കണ്ടീഷൻ. അതായത് ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ വരുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ഇന്നതിന് ഇവിടെ പോയിട്ട് മരുന്നെടുത്തായിരുന്നു, ഇന്ന ഡോക്ടറെ കണ്ടായിരുന്നു, ഇന്ന രീതിയിലുള്ള സ്കാനിങ് ചെയ്തു, എക്സ്റേ ചെയ്തു, ബ്ലഡ് റിപ്പോർട്ട് ചെയ്തു. ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് എന്താ പറയുക, ഒരു റിസൾട്ട് ഒന്നും പറയാനില്ല. എന്നാലിപ്പം അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തേയ്മാനമോ അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ളതോ ആർത്തറൈറ്റിസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിലുള്ള തേയ്മാനമോ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും കാണും. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് സാധാരണ നോക്കുമ്പോൾ തന്നെ കാൽസ്യം ലെവൽ കുറവായിരിക്കും, യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിരിക്കും, RA പോസിറ്റീവ് ആയിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. പക്ഷേ ഈ കണ്ടീഷനിൽ ഇതൊന്നും കാണത്തില്ല, എല്ലാം നോർമൽ ആയിരിക്കും. അപ്പോൾ പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു തോന്നലായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കാട്രിക് റെക്കമെൻഡ് ചെയ്യും, അത് എന്താ പറയുക സൈക്കോളജിക്കൽ റിലേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ റെക്കമെൻഡ് ചെയ്യണം. അപ്പം പേഷ്യൻസ് പറയുന്നത് എന്താണ്, ആ ഡോക്ടർക്ക് എൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലായില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് ഈ ഫൈബ്രോമയാൽജിയ? ഫൈബ്രോമയാൽജിയ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മനസ്സിന്റെ സ്ട്രെസ് റിലേറ്റഡ് ആയതുകൊണ്ട് ബോഡിയിലേക്ക് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ്. അങ്ങനെയുള്ളവർക്ക് മെയിൻ ആയിട്ട് ഈ കഴുത്തിന്റെ ഈ പുറം വശം, ഈ മേൾവശം മസിൽസ് ആണ് ഏറ്റവും കൂടുതൽ വേദന ബുദ്ധിമുട്ട് തോന്നുന്നത്. നമുക്ക് ഭയങ്കര ശരീരത്തിന് ഒരു ഭാരം തോന്നും, ഫുൾ ബോഡി പെയിൻ ആയിരിക്കും, എവിടെ തൊട്ടാലും വേദനയായിരിക്കും, എല്ലാ ശരീരം മൊത്തം നീരായിരിക്കും, ഒന്നിനൊരു ഉന്മേഷമില്ല. ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ എന്താണ് കാരണങ്ങളിൽ ഒന്ന് സ്ട്രെസ് റിലേറ്റഡ് ആണ്, രണ്ടാമത്തെ ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആർത്തവ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 80% സ്ത്രീകളിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ IBS റിലേറ്റഡ് ആയിട്ട്, അതായത് ഇറിറ്റേബിൾ ബോവൽ സിൻഡ്രോം എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ കൂടിയ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, ഇതൊക്കെയാണ് IBS റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം സ്ട്രെസ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു കൗൺസിലറിനെ കാണുമോ സൈക്കോളജിസ്റ്റിനെ കാണുമോ, എന്നിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ തേടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രിഗറിങ് ഫാക്ടർ സ്ട്രെസ് ആയതുകൊണ്ട് എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ന റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഇന്ന ജോലിയാണ്, ഇന്ന ടൈമിംഗ് ആണ്, അത് ഏതാ പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം എന്ന് പറയുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടിയാൽ തന്നെ ആ പ്രശ്നം ഭൂരിഭാഗം മാറും. ഒരു 60% റിലാക്സേഷൻ കിട്ടുന്നത് നല്ലൊരു ഉറക്കം കിട്ടുമ്പോൾ തന്നെയാണ്. ഈ ഫൈബ്രോമയാൽജിയ കണ്ടീഷൻ ആളുകളിൽ ഡീപ്പ് സ്ലീപ്പ് വരത്തില്ല. അതായത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. പിന്നെ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും, ഫോണിൽ നോക്കിയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, കടന്നുകൊണ്ട് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേക്കും പിന്നെ വളരെ ക്ഷീണവും ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ വേസ്റ്റാണ്. അപ്പോൾ ചില ആളുകളിൽ സ്ത്രീകളിൽ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട 4-5 ദിവസം മൊത്തം ഫുൾ ദിവസം പോക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത്. അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നല്ല ഉറക്കത്തിന് നല്ലൊരു എക്സസൈസ് വേണം, നല്ല എക്സ്പെൻഡിച്ചർ, നമ്മുടെ എനർജി നന്നായിട്ട് അതായത് യൂട്ടിലൈസ് ആയെങ്കിലാണ് നമുക്കതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, അത് നമ്മൾ കളിക്കുന്നതാവും, ഓടുന്നതാവും, ചാടുന്നതാവും, ഷട്ടിലാവാം, സ്വിമ്മിങ് ആവാം, എന്തും സൈക്ലിംഗ് ആവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേർക്കുന്ന രീതിയിൽ, ഫിസിക്കലായിട്ടുള്ള വേർക്കുന്ന രീതിയിൽ, ജസ്റ്റ് ഗാർഡനിങ് ആവാം, നമുക്കൊന്ന് പരിസരം വൃത്തിയാക്കുന്ന കാര്യമായാലും ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഉറക്കം നമുക്ക് നന്നായിട്ട് വരും, ഫൈബ്രോമയാൽജിയ കണ്ടീഷൻ്റെ അളവ് കുറയുകയും ചെയ്യും. പിന്നെയുള്ളത് ന്യൂട്രീഷണലായിട്ടുള്ള സപ്ലിമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ കാലറി ഡയറ്റ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹൈ കാലറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചോറ് ഹൈ കാലറിയാണ്,
കിഴങ്ങ് വർക്കും പ്രത്യേകിച്ച് കപ്പ ഹൈ കാലറിയാണ്. അതേപോലെ മധുര പലഹാരങ്ങൾ, ജ്യൂസുകൾ, കോല ഐറ്റംസ് ഹൈ കാലറിയാണ്. അപ്പോൾ ഈ ഹൈ കാലറി ഡയറ്റ് ഒന്ന് കുറച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള നീർക്കെട്ട് കുറയത്തുള്ളൂ, ഇൻഫ്ലമേഷൻ കുറയത്തുള്ളൂ, ഈ ഫൈബ്രോമാലജിയുടെ പ്രശ്നങ്ങൾ കുറയത്തുള്ളൂ. ഒബേസിറ്റി വേറൊരു കാരണമാണ്, വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് വേറൊരു കാരണം. ഇതെല്ലാം ഒന്ന് കുറഞ്ഞ് നോർമൽ ആയെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫൈബ്രോമാലജി കണ്ടീഷൻ കുറയും. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം വേദന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ആശുപത്രി കയറി ഇറങ്ങുക, ഓരോ ഡോക്ടർമാരെ കാണുക, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആ മരുന്നുകളെല്ലാം നമ്മളെടുത്ത്, ആ ചികിത്സയെല്ലാം നമ്മളെടുത്ത് നമ്മുടെ ശരീരത്തിനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വേരിയേഷൻ വരുത്തുക. നല്ല ഉറക്കം, നല്ല ഭക്ഷണക്രമം, അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല എക്സസൈസ്, ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. കാരണം ഒത്തിരിയേറെ ആളുകളിൽ കഴുത്തുവേദന, മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഞാൻ ഈ ഫൈബ്രോമയാലജിയുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേനും ആ പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രശ്നങ്ങൾ കുറയും. അപ്പോൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മോഡിഫിക്കേഷൻസ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.